സുഹൃത്തുക്കളെ, രാജീവ് ചന്ദ്രശേഖരൻ ബി.ജെ.പിയുടെ സംസ്ഥാന ആയിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരൻ എന്ത് ചെയ്യാനാകും? രാജീവ് ചന്ദ്രശേഖരൻ കേരള ബി.ജെ.പിയിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുമോ? കേരളത്തിലെ ബി.ജെ.പിയെ കൂടുതൽ ശക്തമായി മുന്നോട്ട് നയിക്കാൻ രാജീവ് ചന്ദ്രശേഖരനാകുമോ? രാജീവ് ചന്ദ്രശേഖരനെ നിയമിച്ചതുകൊണ്ടുള്ള തിരിച്ചടികൾ എന്താണ്? ഇങ്ങനെ വിവിധ വിഷയങ്ങളുണ്ട് ഈ ഒരു കാര്യത്തിൽ. അതിനെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്. തുടക്കം തന്നെ പറയട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റായി രേഖപ്പെടുത്തണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. രാജീവ് ചന്ദ്രശേഖരൻ ഒരു ബിസിനസ്സിൽ കൂടി വളർന്നു വന്ന് പിന്നീട് രാഷ്ട്രീയത്തിലെത്തി. ഒരുപക്ഷെ പാർലമെൻ്ററി പൊളിറ്റിക്സിൽ അദ്ദേഹം രാജ്യസഭയിലൂടെ മാത്രം രാജ്യത്ത് ഭരണത്തിലെത്തിയിട്ടുള്ള കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതായത് സാധാരണ ജനങ്ങളുമായി അത്രയധികം നേരിട്ടിടപെട്ട് പ്രവർത്തിച്ച ഒരാൾ എന്ന നിലയിൽ നമുക്ക് സാധാരണക്കാരായ രാഷ്ട്രീയക്കാരെ താരതമ്യം ചെയ്യുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ കാണാൻ കഴിയില്ല. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ, രാജീവ് ചന്ദ്രശേഖർ ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ ആളുകളോട് നയപരമായി ഇടപഴകാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ് എന്നുള്ളതാണ്. ആളുകൾക്കിടയിലേക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളൊരു നേതാവായി രാജീവ് ചന്ദ്രശേഖരൻ തെളിയിച്ചിരിക്കുന്നു. എവിടെയാണ്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ഗംഭീരമായ പോരാട്ടം നടന്ന ചില സഭകൾ തീരുമാനിച്ചതുകൊണ്ട് മാത്രം രാജീവ് ചന്ദ്രശേഖർ തോറ്റ ഒരു തെരഞ്ഞെടുപ്പാണ്. അതിനപ്പുറത്തേക്ക് ഒരു പൊതുജനം എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖരന് കാര്യമായി വോട്ട് നേടാനും വലിയ രീതിയിൽ, അതായത് നോക്കൂ, കേവലം തെരഞ്ഞെടുപ്പിന് 2 മാസം മുൻപ് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് അവതരിച്ചത്. പക്ഷേ ആ ചുരുങ്ങിയ കാലയളവിൽ താൻ ജയിച്ചേക്കും എന്നുള്ളത് മാത്രവുമല്ല, അതിഗംഭീരമായ ശശി തരൂരിനെയും പന്ന്യൻ രവീന്ദ്രനെയും ഒക്കെ വിറപ്പിക്കുന്ന ക്യാമ്പയിനുകളുമായി മുന്നോട്ട് പോകാൻ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഗുണം. അതിനെന്താണ് കാരണം? അദ്ദേഹത്തിൻ്റെ ബിസിനസ് നയതന്ത്രങ്ങൾ അവിടെ ഗുണമായി. എങ്ങനെയാണ് ഈ പുതിയ കാലത്ത്, പ്രത്യേകിച്ച് IT വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന അദ്ദേഹത്തിന് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ കാലത്ത് പെട്ടെന്ന് റീച്ചിലേക്ക് എത്താൻ കഴിയുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ഒരുപാട് ചാനലുകൾ കൃത്യമായി യൂസ് ചെയ്യുകയൊക്കെ ചെയ്തു. ഏഷ്യാനെറ്റ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ചാനലാണ്. ഏഷ്യാനെറ്റ് ഒരുപക്ഷെ നേരിട്ട ഒരു പിന്തുണ നൽകുക എന്നുള്ളതിനപ്പുറത്തേക്ക് സാമൂഹിക മാധ്യമങ്ങൾ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാം എന്നത് കൃത്യമായി പഠിച്ച് അവതരിപ്പിച്ച് അന്ന് സക്സസ് ആയിട്ടുള്ളൊരു നേതാവാണ്. തെരഞ്ഞെടുപ്പിൽ സക്സസ് ആയി. അദ്ദേഹം തോറ്റു എന്നുള്ളത് ശരിയാണ്. പക്ഷേ തിരുവനന്തപുരം പോലെയുള്ള സ്ഥലത്ത് രാജഗോപാലിനൊക്കെ പതിറ്റാണ്ടുകളുടെ സെൻറ്റിമെൻറ്റ്സ് ആ മണ്ഡലത്തിലുണ്ട്. അദ്ദേഹം അങ്ങനെയാണ് ഒരു കടുത്ത മത്സരം നടത്തുന്നത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ആരാണ് എന്നറിയില്ല. ഏതൊരു ബിസിനസ് മാഗ്നറ്റാണ് എന്ന് മാത്രം അറിയുന്ന ഒരു നേതാവിന് ഇത്രയധികം വോട്ടുകൾ, ഇയാൾ കൊള്ളാം, ഇയാൾ ജയിച്ചാൽ തിരുവനന്തപുരത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്ന് തോന്നിപ്പിക്കാൻ, വലിയൊരു ശതമാനത്തിലേക്ക് തോന്നിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സക്സസ്. നമുക്കറിയാം, ബി.ജെ.പിയിലടക്കം പല രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടെന്ന് വന്ന് നിന്ന് സ്വതന്ത്രരായൊക്കെ മത്സരിക്കുന്ന പല നേതാക്കളും ബി.ജെ.പിയിലടക്കം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എസ് ശ്രീശാന്ത് തിരുവനന്തപുരത്ത് മത്സരിച്ചു. പക്ഷേ ഒരു പൊതുജന പിന്തുണ, എല്ലാവരുടെയും ഒരു ആകർഷണീയമായ എല്ലാവർക്കും ആകർഷകമായ നിലയിൽ ശ്രീശാന്തിന് എത്താൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹത്തിന് അത്തരം പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഒന്നുമില്ല. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖരന്, അദ്ദേഹത്തിന് എല്ലാം അറിയാമെന്നുള്ളതാണ്. രാഷ്ട്രീയം അറിയാം, എങ്ങനെയാണിത് അപ്ലൈ ചെയ്യേണ്ടത് എന്നറിയാം. രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് ബി.ജെ.പിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണം, ഒരുപക്ഷെ എലൈറ്റ് ക്ലാസിൻ്റെ ഇടയിൽ വലിയ രീതിയിൽ പോസിറ്റീവ്സ് ഉണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമെന്നുള്ളതാണ്. ബി.ജെ.പി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെ ബന്ധപ്പെടാൻ ഇനി രാജീവ് ചന്ദ്രശേഖർ മതി. നരേന്ദ്രമോദിയുമായും അമിത്ഷായുമായും ഒക്കെ അത്രയധികം ബന്ധമുള്ള, രാജ്യത്തെ തന്നെ ഏറ്റവും ബിസിനസ് രംഗത്ത് മുൻനിരയിലുള്ള, ഒരുപാടുകളുമായി വലിയ ബന്ധമുള്ള ഒരു ഉന്നതനായ വ്യക്തിത്വമാണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നത വ്യക്തിത്വങ്ങൾക്കൊക്കെ ഇത്തരം ആളുകളുമായി, ഇത്തരം കേന്ദ്ര സർക്കാരുമായി കൂടുതൽ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചെല്ലാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമെന്നുള്ളത് അവരെ എല്ലാവരെയും രാജീവ് ചന്ദ്രശേഖരിലേക്ക് എത്തിക്കാൻ ഒരു കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതായത് എലൈറ്റ് ക്ലാസ്, ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ വിഴിഞ്ഞം അനുകൂല നേതാക്കൾ പലവരും, അവർക്ക് രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ബി.ജെ.പിക്കാരൊന്നും അല്ലാത്ത ആളുകൾ വരെ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി ക്യാമ്പയിൻ നയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ തിരുവനന്തപുരം തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ബി.ജെ.പിക്ക് കേരളത്തിൽ എന്താണ് വെല്ലുവിളിയുള്ളത്? സംഘപരിവാർ, RSSൻ്റെ വോട്ടുകളുണ്ട്, RSSൻ്റെ പ്രവർത്തകരുണ്ട്. അങ്ങനെ സംഘപരിവാർ വോട്ടുകൾ അതിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നു. പ്ലസ് വോട്ടുകളും കെ സുരേന്ദ്രനൊക്കെ അല്ലെങ്കിൽ വി മുരളീധരൻ്റെ ഒക്കെ പ്രവർത്തനത്തിലൂടെ കുറേ കൂടെ വോട്ടുകളൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി പ്രഭാവത്തിലൂടെ. അത് അങ്ങനെ കൊണ്ട് ജയിക്കാൻ കഴിയില്ല.
ഈ അധികമായി ലഭിക്കേണ്ട വോട്ടുകൾ പാർട്ടിക്ക് പുറത്തുള്ള പൊതുസമ്മതനായ ആളുകളിലൂടെ ലഭിക്കേണ്ട വോട്ടുകൾ അത് ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്വാധീനം, അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, കേരളത്തിലാകെ അദ്ദേഹം നടത്തേണ്ടി വരുന്ന യാത്രകൾ, ഇതിലൂടെയൊക്കെ അത് ഗുണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെയും ഒരു വലിയ പ്ലസ് പോയിൻ്റായും അത് നിൽക്കുകയാണ്. മറ്റൊന്നുള്ളത് BJPയുടെ ഇപ്പോൾ കുമ്മനം രാജശേഖരനാണ് ഗ്രൂപ്പുകൾക്ക് അതീതനായ ഒരു നേതാവ് വന്നത്. പക്ഷേ രാജശേഖരനെ ഈ ഉണ്ടായിരുന്ന ആളുകൾക്ക് തന്നെ വളരെ പെട്ടെന്ന് പറ്റിക്കാനും അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനൊപ്പം ചേർക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ അത്ര എന്താ പറയുക, നിഷ്കളങ്കനായ ഒരു മനുഷ്യനല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ എക്സ്പീരിയൻസുള്ള ബിസിനസ്സുകാരാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തരം പണികളും ചെയ്യുന്നവരെയൊക്കെ പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതായത് ഗ്രൂപ്പിന് അതീതമായ ഒരു രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാകണം എന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നത് പോലെ ഒരു പരിധിവരെ എത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, താഴെത്തട്ടിൽ BJP കൂടുതൽ ജില്ലകളായി വേർതിരിച്ചതുകൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തനം, ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ശരിയാണ്, രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ ബൂത്ത് പ്രവർത്തനത്തിൻ്റെ അനുഭവങ്ങളൊന്നുമില്ല. പക്ഷേ BJPയുടെ ഒരു സംഘടനാ സെറ്റപ്പ് അനുസരിച്ച് ഓർഗനൈസിംഗ് സെക്രട്ടറിമാരാണ് സംഘടന ഒരു പരിധിവരെ കാര്യങ്ങൾ ചലിപ്പിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ പുറത്തുള്ള ജനങ്ങളുടെ കാര്യങ്ങളും അത്തരം എന്താ പറയുക, ഇപ്പോൾ സഭകൾക്ക് കേന്ദ്ര സർക്കാരിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇനി അവർ സമീപിക്കുക BJPയുടെ സംസ്ഥാന, ഇപ്പോൾ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയോ അങ്ങനെ ആരെങ്കിലും ഒന്നും ആയിരിക്കില്ല. അവിടെ ഏറ്റവും വലിയ എക്സസായി രാജീവ് ചന്ദ്രശേഖർ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും അദ്ദേഹം പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. എതിർപ്പുകൾ ഒരുപാടുണ്ടാകും. കാരണം ഇതുവരെ പരമ്പരാഗതമായി കേരളത്തിൽ ഇത് ആഗ്രഹിച്ച് നിന്നിരുന്ന ശോഭാ സുരേന്ദ്രനും MT രമേശിനെ പോലുള്ളവരൊക്കെയുണ്ട്. K സുരേന്ദ്രനെ പോലെ ഇപ്പോഴത്തെ മുൻ പ്രസിഡൻ്റുണ്ട്. ഇവർക്കെല്ലാവർക്കും ഇവരുടെ എല്ലാം കയ്യിൽ നിന്നാണ് ഫലത്തിൽ ഭരണം പോകുന്നത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ ഒന്നിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നേരിട്ടുള്ള പിന്തുണയുള്ളതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനോട് വല്ലാതെ കളിക്കാൻ ഒരു ഗ്രൂപ്പുകൾക്കും കഴിയില്ല എന്നത് തന്നെ കാണേണ്ടി വരും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മറ്റൊന്ന്, ഏഷ്യാനെറ്റ് പോലുള്ള ഒരു സ്ഥാപനം ഫലത്തിലൊരു കോൺഗ്രസ് ചാനലായി മാറിയിരിക്കുന്ന ഒരു കാലത്തു കൂടിയാണ് പോകുന്നത്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും പിണറായി വിജയനെ താഴെ ഇറക്കണം എന്ന തന്ത്രങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അവിടെ ഏഷ്യാനെറ്റിന് ഇനി വെറും ഒരു കോൺഗ്രസ് മാത്രമാകാൻ കഴിയില്ല. ഏഷ്യാനെറ്റിൻ്റെ ചർച്ചകളുടെ എല്ലാം ആംഗിൾ ഒരു പരിധിവരെ കോൺഗ്രസിനെ ന്യായീകരിക്കുകയും ഇടയ്ക്ക് BJP വിമർശനം നടത്തുകയും പരമാവധി പിണറായി വിമർശനം നടത്തുകയും എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു നിഷ്പക്ഷമായി മാറേണ്ടി വരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തായാലും നരേന്ദ്രമോദിയും അമിത്ഷായും JP നദ്ദയും എല്ലാം ചേർന്ന് കേരളത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ സമീപകാലത്ത് നടത്തിയിരിക്കുന്ന ഏറ്റവും ഗംഭീരമായ ഒരു പരമ്പരാഗത രാഷ്ട്രീയ നേതാവിനപ്പുറത്തേക്ക് തമിഴ്നാട്ടിലെ അണ്ണാമലയൊക്കെ പോലെ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഇറങ്ങുന്നു. രാജീവ് ചന്ദ്രശേഖറിന് പലതും ചെയ്യാൻ കഴിയും. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആശാവർക്കർമാരുടെ സമരത്തിൽ സുരേഷ് ഗോപി ഇടപെട്ടതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടിക്കാൻ കേന്ദ്ര സർക്കാരിനെ ഇടപെടിക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. അത് BJPക്ക് തീർച്ചയായും ഗുണമാകും. ഇനിയൊരു പുതിയ രാഷ്ട്രീയമാണ് നടക്കാൻ പോകുന്നത്. കുറച്ചുകൂടി LDFനും UDFനും ഇത് വെല്ലുവിളിയാകും എന്നും കരുതുകയാണ്.